ഓക്കെ, ഇനി ഒരു വിവാഹത്തെ പറ്റി ചിന്തിക്കുന്നുണ്ടോ? എന്തൊരു ദീർഘവീക്ഷണം. ചിന്തിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇൻട്രസ്റ്റ് കയറി വരുന്നുണ്ട്. ഇനി ചിന്തിക്കാതിരുന്നുകൂടാന്നില്ല, ചിലപ്പം ചിന്തിക്കുമായിരിക്കും. അതിരിക്കട്ടെ, എന്താ മിസ്റ്റർ നായർക്ക് ഇക്കാര്യത്തിൽ ഇത്ര വലിയ താല്പര്യം? ഇതാകുമ്പോ കാക്കയുടെ വിശപ്പ് മാറും, പശുവിന്റെ കടിയും മാറും. ഇനി മുന്നോട്ട് എന്താന്ന് എനിക്ക് ഞാൻ എന്നും പറയുന്നില്ല. മുന്നോട്ട് ചിലപ്പോൾ ചിന്തിക്കാം, ചിന്തിക്കാതിരിക്കാം. നീ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിക്കടിപ്പില്ലേ? അവിടെ ഒടുക്കത്തൊരു ചോട്ടം. എന്തായാലും കുറെ പ്രപ്പോസൽസ് ഒക്കെ വന്നായിരുന്നു. രാമദാസ മോനെ, നീ പറയുന്നത് നീ എത്ര പുളു വേണമെങ്കിലും അടിച്ചോ, പക്ഷെ കേൾക്കുന്നവർ കൂടി ദഹിക്കണം. മുഖത്ത് നോക്കി പ്രപ്പോസൽ ചെയ്യുന്നിട്ട് ഞാൻ അവരുടെ അടുത്ത് പറയും, കുറച്ച് ഞാൻ പറയുന്ന എമൗണ്ട് എന്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയിട്ട് എന്റെ മക്കളുടെ അക്കൗണ്ടിൽ ഇട്ടാ വേണം എന്റെ കല്യാണം കഴിക്കാൻ. ഒരാൾ ഇത്രയൊക്കെ ചേഞ്ച് ആവുക എന്ന് പറഞ്ഞാൽ ഇപ്പം കാണാനും ഭയങ്കര സുന്ദരിയായിട്ടുണ്ട്. ആ ശ്രീത്വം വിളങ്ങുന്ന മുഖം, അഴിഞ്ഞു വീണ കേശഭാരം, വാക്കിലും നടപ്പിലും അനുഭവപ്പെടുന്ന ദൈവിക ഭാവം എന്നൊക്കെ പറയണെങ്കിലേ കണ്ണുപൊട്ടനായിരിക്കണം കാണുന്നവൻ. ഇത് വെള്ളരിക്കണ്ടത്തിലെ കണ്ണേറ് കോലം പോലെ. കാണാനും ഭയങ്കര സുന്ദരിയായിട്ടുണ്ട് മുമ്പ്. അപ്പത്തേക്കാളും ഇനി പല്ലും കൂടെ വെക്കണം, ബാക്കി ഇനി കണ്ടോണം. പല്ല് വെക്കാനുള്ള എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. 70 കഴിഞ്ഞു, പലയിടത്തും അടങ്ങി ഒതുങ്ങിയിരിക്കാതെ ഇപ്പോഴും. എന്നാലും ബഹറിനൊക്കെ പോയിട്ട് തിരിച്ചു വരുമ്പോ പല്ലൊക്കെ റെഡി ആക്കണം. ഇനി കുറച്ചും കൂടെ എന്നിട്ട് നമുക്ക് പറയാം സുന്ദരിയായോ ഇല്ലയോ എന്ന്. വയസ്സുകാലത്ത് ഓരോരുത്തന്മാരുടെ ഓരോ പൂതികളെ. എനിക്കതല്ല, തലക്കോളം കിറക്കഞ്ഞ മനുഷ്യന്മാർ ഇങ്ങനെ കാണിച്ചു വിട്ടു. ഞാനൊരു സത്യം പറയട്ടെ, ദുബായിൽ പോയി ബാർ ഡാൻസർ എന്നല്ല, ഞാൻ പ്രൊമോഷന് വേണ്ടിട്ട് പോയതാണ്. ഇത്രയൊക്കെ കാട്ടിക്കൂട്ടിട്ട് നിന്നെ വിശ്വസിക്കണോ അല്ലേ? ബാർ ഡാൻസർ എന്ന് പറയുന്ന ജോലി എത്ര എന്താ പറയാ, അത്ര അഴുക്കാന്ന് ഞാൻ പറയത്തില്ല ഒരിക്കലും. നാക്കിന് നീളമുള്ളതുകൊണ്ട് ന്യായീകരണങ്ങളൊക്കെ കൊള്ളാം. നമ്മുടെ ഈ മനുഷ്യർ, ഇവിടുത്തെ കുറെ ആൾക്കാർ ബാർ എന്നൊക്കെ പറഞ്ഞാൽ എന്തോ പോലെ ഇരിക്കും, എന്തോ പോലെയാണ് അവർക്ക് തോന്നുന്നത്. പക്ഷെ നിനക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിന്റെ കാര്യത്തിൽ ശരിയായിരിക്കും, എന്നെ വിട്ടേരെ. ദുബായിൽ ഫാമിലിയാണ് വരുന്നത്, റെസ്റ്റോറന്റ് കൂടെയാണ്. ഫാമിലി റെസ്റ്റോറന്റ്, ബാർ റെസ്റ്റോറന്റ് ആണ്. നീ കൂടുതൽ വിശദീകരിച്ച് നാറാൻ നിൽക്കണ്ട. ചോദ്യം ഇതാണ്, പ്രൊമോഷന് പോയ ഒരാള്, ഗസ്റ്റ് ആയിട്ട് പോയ ഒരാള് എന്തിന് കള്ളു കുടിച്ച് ഡാൻസ് കളിച്ചു? എന്തിനാ ഇങ്ങനെയൊക്കെ എന്നോട് ചോദിക്കണേ? കള്ളു കുടിക്കുന്ന ഇവര് കണ്ടായിരുന്നോ? കണ്ട കാര്യം കണ്ടു എന്ന് പറയണം, പക്ഷെ കാണാത്ത കാര്യം കണ്ടു എന്ന് പറഞ്ഞാൽ ഉണ്ട സാധനം കാണാണ്ടാവും. ഒരു വീഡിയോയില് കുടിച്ചിട്ട് അത് പ്രൊമോഷനാണ്. അതത്ര ശരിയായ മറുപടിയല്ല. ഒരു സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ആയതുകൊണ്ടാണ് അവരെന്നെ വിളിച്ചത് അല്ലേ? നീ സെലിബ്രിറ്റി അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ്, അത് കള്ളു തന്നെയാണെന്ന് എന്താ തെളിവ്? നീ പുതിയ നമ്പർ ഉണ്ടെങ്കിൽ ഇറക്ക്, ഇതൊക്കെ ഓൾഡ് ഐറ്റംസാ. സുധിച്ചേട്ടൻ ഒരു സിനിമ അഭിനയിച്ചു, ഞാൻ അന്ന് കണ്ടിട്ടുണ്ട്. കള്ളിന് പകരം ആ കുപ്പിക്കകത്ത് പെപ്സി ഉപയോഗിച്ചാണ് അവര് കുടിച്ചോണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചത് നിങ്ങൾ പറഞ്ഞതും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ. അതുപോലെ ഞാൻ ഷാപ്പിലെ പ്രണയം എന്ന് പറയുന്ന ആൽബം ചെയ്തു. എല്ലാവരുടെയും മുന്നിൽ കള്ളുണ്ട്, കള്ള് ഷാപ്പാണ്. അതിനകത്ത് കള്ളാണെന്ന് ആര് പറഞ്ഞു? മോരും വെള്ളം ആകൂടെ? എന്നാലും ഞങ്ങൾക്ക് അത്ര വിശ്വാസം പോരാ. ഇനി കള്ളാണെ തന്നെ ഇവർക്ക് എന്നാന്നേ? തനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിന് നീയേതാ? പോയതല്ലേ? ഇത്രയും വലിയൊരു സ്വയം സെലിബ്രിറ്റി ആണെന്ന് പറയുന്ന രേണു ഞാൻ സ്വയം പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന് വരെ സ്വയം സെലിബ്രിറ്റി ആണെന്ന് എങ്ങും പറഞ്ഞിട്ടില്ല. ബിഗ് ബോസ് പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞിട്ടില്ലേ? ഞങ്ങള് സെലിബ്രിറ്റി എന്ന് പറഞ്ഞ, സെലിബ്രിറ്റിയുടെ അർത്ഥം എന്താണ്? പ്രശസ്ത. ഇയാള് കിടന്ന് ഉരുളണ്ട. ഒരു സ്ഥലത്ത് എന്നാൽ തിരിച്ചറിയുന്ന ഒരാളാണ് സെലിബ്രിറ്റി. അല്ലാതെ അതിൽ കൂടുതൽ എന്താണ് സെലിബ്രിറ്റിക്ക്? ഞാൻ ചോദിച്ചത് നിങ്ങൾ പറഞ്ഞതും തമ്മിൽ യാതൊരു ബന്ധവുമില്ലല്ലോ. ചേച്ചിനെ കണ്ട് ഇൻസ്പയർഡ് ആവുന്ന ഒരുപാട് പേരുണ്ട്. കള്ളു കുടിച്ച് ഡാൻസ് കളിച്ച്, അത് രണ്ടും രണ്ടാണ്. കള്ളു കുടിക്കുന്ന പരിമല ചെരുവിൽ എന്ന് പറഞ്ഞ പാട്ട്, അതിൽ ഉർവശി ചേച്ചി കള്ളു കുടിക്കുന്നതായിട്ട് അഭിനയിക്കുന്നില്ലേ? വേറെയും കാരണങ്ങളുണ്ട്. അതുപോലെ ഞാൻ അഭിനയിച്ചിട്ട് ഞാൻ ഡാൻസ് ചെയ്തു, അതിനെന്താണ് തെറ്റ്? ആഗ്രഹിക്കുന്ന ഒരു പരിധി വേണ്ടേ? അപ്പൊ ചേച്ചി അഭിനയിച്ചത് ഏറ്റവും നന്നായിട്ടാണ് ചേച്ചി ചെയ്തത്. അത് ഞങ്ങൾ ആരും അറിഞ്ഞില്ല. ഞാൻ അതല്ല, റീലായിട്ട് അവര് പറഞ്ഞു, ആ ഒരു പാപ്പിലോന്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തിട്ട്, അതായത് കള്ളു കുടിക്കുന്ന പോലെ അഭിനയിച്ചു, ഞാൻ ഡാൻസ് ചെയ്തു. അത് എനിക്ക് ഒരു വൾഗാരിറ്റിയും തോന്നിയിട്ടില്ല. മുരിക്കിന്റെ തൊലിയുള്ളവർക്ക് കുഴപ്പമില്ല. ഞാൻ എന്റെ ജോലിയാണ് അവിടെ ചെയ്തത്. നിനക്ക് പൊതുമേഖലയിലായിരുന്നു അതോ സ്വകാര്യ മേഖലയിലായിരുന്നു ജോലി? അതിനകത്ത് എനിക്കൊരു തെറ്റായിട്ടും തോന്നിയിട്ടില്ല. എനിക്ക് ആരെയും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം എനിക്ക് ബോധിപ്പിക്കാനുള്ളത് എന്റെ മൂത്ത മകൻ, ഇളയത് കുഞ്ഞാണ്, എന്റെ വീട്ടുകാർ. അവരോട് സംസാരിച്ചിട്ടാണ് ഞാൻ എന്ത് ഷൂട്ട് ചെയ്താലും ചെയ്യുന്നത്. ഇവനൊന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ പറഞ്ഞവനല്ല കാര്യം. മൂത്ത മകനൊന്നും പറഞ്ഞില്ലേ? ഒന്ന് എന്ത് പറയാനാണ്, അടിപൊളിയാന്ന് പറഞ്ഞു. അമ്മ അടിപൊളി, നല്ല അടിപൊളി. എന്റെ പൊന്നോ, എന്തൊരു തള്ളാണോ! തള്ളി തള്ളി മുല്ലപ്പെരിയാർ വരെ പൊട്ടിപ്പോ. ഞാൻ എന്തുണ്ടെങ്കിലും അവന്റെ അടുത്ത് സംസാരിക്കും. എന്റെ പഴമങ്ങാടി ഗണപതി, ഇയാള് നുണ പറയുന്ന കേട്ടില്ലേ? അവൻ പറഞ്ഞ അമ്മയുടെ ഇഷ്ടം എന്തായാലും അമ്മ ചെയ്യുക. നുണ പറയാം, സ്വന്തം മനസാക്ഷിയോടാകരുത്. അത്രേ ഉള്ളൂ, അല്ലാതെ അവൻ എന്ത് പറയാനാ? ഇതിലും വലിയ എവിടെ സ്വപ്നങ്ങളിൽ മാത്രം. അതിനുശേഷം വൈറലാവുന്നത് ഒരു അറബിയുമായിട്ടുള്ള ഫോട്ടോ ആയിരുന്നു.
രേണുസുതി കേരളത്തിൽ നിന്ന് ആളെ കിട്ടാത്തത് കൊണ്ടാണോ ദുബായിലേക്ക് പോയത്? കാര്യം സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതെന്താണ് ഞാൻ പറയേണ്ടത്? അറബിയുടെ കാര്യമാണോ പറയേണ്ടത്? ആ ഫോട്ടോയുടെ എന്താ പറയാ കാര്യമാണോ പറയേണ്ടത്? അറബിയുടെ കാര്യം. കോൺസ്റ്റബിൾ തള്ളിക്കോളൂ. ഓക്കെ, അത് ഞാൻ പാപ്പിലോൺ റെസ്റ്റോറന്റിൽ നമ്മള് പ്രൊമോഷന് പോയതല്ലേ, അപ്പൊ ആ സമയത്ത് ഇദ്ദേഹം അവിടെ വരുന്നതാണ്, ഫുഡൊക്കെ കഴിക്കാൻ വരുന്നതാണ്. ബാക്കി പറയടേ. അപ്പൊ ആള് നോക്കുമ്പോ തന്നെ കുറെ മലയാളീസ് ഒക്കെ വന്നിട്ട് എനിക്ക് നമ്മൾ സെൽഫി എടുക്കണേണ് ചേച്ചി എന്ന് പറഞ്ഞ് സ്നേഹിച്ച് സെൽഫി എടുക്കണുണ്ട്. തള്ളു കാരണം പോരല്ലേ ഫീസ് വരെ അടിച്ചു പോയി. സ്റ്റാഫിനോട് ചോദിച്ചു ഇതാരാണെന്ന് ചോദിച്ചു. ആൾക്കറിയില്ലല്ലോ. ആരാടി നീ? ആളൊരു സൗദി അറേബ്യയിലെ അറബിയാണ്. അപ്പൊ മാനേഴ്സ് മാത്രമല്ല വിദ്യാഭ്യാസവും ഇല്ല. അപ്പൊ പറഞ്ഞു ഇന്ന പോലെ രേണുസുതി എന്നാ പേര്, സെലിബ്രേറ്റ് ചെയ്യാം, മലയാളം സെലിബ്രേറ്റ് ചെയ്യാന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. നീ ഞാനും കൂടെ ഒരു ഫോട്ടോ എടുത്തോട്ടെ എന്ന് പറഞ്ഞു. ഫോട്ടോ എടുത്തു. എന്തായാലും ഞാൻ അത് സോഷ്യൽ മീഡിയയിൽ എന്തായാലും ഇട്ടു. അതാണ് സംഭവിച്ചത്. ചുമ്മാ ഒന്ന് ഷൈൻ ചെയ്യാൻ. പിന്നെ അറബി കയറി വൈറലായി. ഫേസ്ബുക്ക്, വാട്സാപ്പ് ഏത് കുന്തെടുത്ത് നോക്കിയാലും ഇത് മാത്രമേ കാണാനുള്ളൂ. കമന്റ്സ് ഒന്നും ഞാൻ വായിച്ചില്ല. അത് ഞാൻ ഒരെണ്ണം കണ്ടു, പുതിയ ജീവിതം തുടങ്ങി. അതെ, എന്ത് നല്ല കുട്ടി. രേണുസുതി ദുബായി പോയി അറബിയെ കെട്ടി കേരളം വിട്ടു. അങ്ങനെയാണ് എന്ത് ഭാഗ്യമായിരുന്നു കേരളത്തിലെ ആൾക്കാർ. അതെ, ഞാനത് പറഞ്ഞു വരായിരുന്നു. അങ്ങനെ ആരും കരുതണ്ട, കേരളത്തിൽ നിന്ന് രേണുസുതി ഒഴിഞ്ഞു പോകത്തില്ല. ശല്യല്ലേ? ആ ശല്യം എന്നും ഇവിടെ നിലനിൽക്കും. ഇയാളെ കൊണ്ട് വലിയ ശല്യമായി. ഒരു സമാധാനം ഇല്ലല്ലോ. സമാധാനം കൊടുക്കത്തില്ല. ഇത് വലിയ ശല്യമായില്ല പണ്ടാരുടെ കാര്യമായിട്ട്. എന്നെ ശല്യം എന്ന് പറഞ്ഞവരുടെ സമാധാനം കൊടുക്കുക. ഡെയിലി 10 റീലും 10 പ്രമോഷനും അനുഭവിച്ചോ. ഇതിലും അങ്ങോട്ട് കൊല്ലായിരുന്നില്ലേ? കുറച്ച് വെള്ളം കിട്ടിയാൽ കൊള്ളായിരുന്നു. കാരണം ഇയാൾ എന്തോ കാണിക്കുന്നത്? കുറച്ച് വെള്ളം കൊടുക്കും. എന്നാ പിന്നെ ഞാൻ സമയം കളയാണ്ട് വെള്ളവും ഗ്ലാസും ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവരാം. നിങ്ങളുടെ ഈ ചോദ്യങ്ങൾക്കൊക്കെ മുന്നിൽ നമുക്ക് വല്ല അറ്റാക്ക് ഉണ്ടായി ചത്തുപോയി കഴിഞ്ഞാൽ എന്തോ ചെയ്യും? ചത്തോ? എന്നെ കൊതിപ്പിക്കരുതേ ഭഗവാനെ. എന്താടാ മടിയായില്ലേ? ഓ ഞാൻ പറഞ്ഞോളൂ. ഇനിയുണ്ടോ? ഒരുപാടുണ്ട്. ഇഷ്ടം പോലെ ഓക്കെ, ചേച്ചി ഇങ്ങള് താങ്ങൂല, ജയിച്ചാലും കളി നിർത്താത്ത ടീംസ് ആണ്. ഇപ്പോ പറഞ്ഞു ഉദ്ദേശിക്കുന്നത് ചേച്ചി ശരിക്കും അങ്ങനെയാണോ? നാട്ടിലെ പേര് കേട്ട കറവ കുടുംബമല്ലേ? അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. താങ്ങൂല, ചേച്ചിക്ക് താങ്ങൂല, കളി നിർത്താത്ത ടീംസ് ആണ് അവര്. എന്നാ നമുക്കൊരു കളി കളിച്ചാലോ? ഒന്ന് പോവാ. കളി കളിക്കാനുള്ള മൂടൊന്നും എനിക്കില്ല. ആ കളിയല്ല. എന്റെ പൊന്നു കുഞ്ഞ, നീ ഇല്ലേ, നീ ഇപ്പൊ പറഞ്ഞ ഈ കമന്റില് നിന്റെ മോന്തക്കാലിൽ തലയെ കൂടാണ് ഞാൻ ഈ വെള്ളം ഒഴിച്ചത്. കിടന്ന് ചൂടാവില്ല നാരായണി. ഒരു പാലിട്ട് അങ്ങോട്ട് കിടക്ക വേണ്ടേ? തീർത്ത് നീ എന്റെ കിച്ചുവിന്റെ ഏജ് ആയിപ്പോയി. എന്നാ വൃത്തികെട്ടതാടി നീ. മര്യാദക്കാണെങ്കിൽ ഞാൻ മര്യാദക്കാരനാ, അല്ലെങ്കിൽ പിഴയാ, ഭൂലോക പിഴ. ഇതിനാണോ നീയൊക്കെ എന്നെ വിളിച്ചു വരുത്തിയത്? കിച്ചുവിന്റെ പ്രായമുണ്ട്, നിന്നെ ഞാനൊന്നും പറയുന്നില്ല. കൊറേ നേരമായി ഇവിടെ ഇരുത്തിയിട്ട് കിടന്ന്. കട്ട് ചെയ്തേക്ക്, മതി. മൂക്കത്താളോ കുണ്ടി. അല്ല, ഞാൻ ജസ്റ്റ് കമന്റ് വന്ന കാര്യം ചോദിച്ചു. ഇത്ര റേസ് ആവേണ്ട ആവശ്യമില്ല അതില്. മകനെ, മുൻകോപവും എടുത്തുചാട്ടവും നന്നല്ല. മറ്റുള്ളവരോട് സൗമ്യമായി പെരുമാറാൻ പഠിക്കൂ. ഒരു ഇന്റർവ്യൂവിൽ ഇരിക്കുമ്പോൾ മാന്യത കാണിക്കേണ്ടതുണ്ട്. വെറുതെ വർത്താനം പറഞ്ഞ സമയം കളണ്ട് ഒരു ഇഷ്ടം എടുത്ത് തലടിച്ച് വിളിക്കുന്നു. ഇവിടെ ഇഷ്ട ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടാണ് ചോദിച്ചത്. കമന്റ്സ് വന്ന കാര്യമാണ് ഞാൻ ചോദിക്കുന്നത്. എന്നിട്ടാണ് ഇത്ര വൃത്തികെട്ട കമന്റ്സ് വായിക്കുന്നത്. ഈ വക വൃത്തികെട്ട കാര്യത്തിനൊന്നും എന്നെ കിട്ടില്ല. ഇത് ആരായിരിക്കണേന്ന് എനിക്കല്ലേ അറിയൂ. നിർത്തിക്കോ, എനിക്ക് മതി. എനിക്ക് മതി. മതിയാക്ക്. കുറെ നേരം ഈ നാടകം. ഗസ്റ്റിനെ വിളിച്ചു വരുത്തിട്ട് ഇങ്ങനത്തെ മറ്റേ ചോദ്യം അല്ല ചോദിക്കുന്നത്. ഞാൻ ഓൾറെഡി കമന്റ്സ് ആണെന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. അയ്യോ അടിച്ച് പിരിഞ്ച് ഇത്ര കമന്റ്സ് ആണ് നീ ചോദിക്കണത്? വീട്ടിൽ ആരോടെങ്കിലും ചോദിച്ചൊക്കെ അടി കിട്ടും നിനക്കിട്ട്. ഞാൻ അടിക്കാത്ത എന്റെ മാന്യത. എന്ത് തങ്കപ്പെട്ട മനുഷ്യനാടാ ഇവനെ പറ്റി നീ തോന്നിയ ദിവസം പറഞ്ഞത്. നിങ്ങൾ നിർത്തല്ല, ഞാൻ എഴുന്നേറ്റ് പോകും. വേണമെങ്കിൽ വണ്ടി കൊണ്ടുവിടല്ലേ, ഞാൻ ഊബർ വിളിച്ചു പോകാം. ഒറിജിനൽ ആണെന്ന് പറയില്ലടാ, അത്രക്ക് ആർട്ടിഫിഷ്യൽ ആയിട്ട്. സംഭവം പൊളിഞ്ഞായിരുന്നു. നീ വെച്ചേരെ. എന്തോന്ന് പൊളിഞ്ഞു? നീ വെച്ചേ. പൊളിഞ്ഞു.